എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു മല കാണിക്കുന്നു. അതിന്റെ മുകളിലായിട്ട് ഇപ്പൊ കാക്കാഷിയും ടെൻടണ്ണും നെജിയും ആവട്ടെ കുട്ടപ്പനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ നെജിക്ക് ഇപ്പൊ കുട്ടപ്പനെ ഓർത്ത് ഒരുപാട് വിഷമാവാണ്. കാരണം അവനാണ് ഈ ഒരു ടീമിന്റെ ലീഡർ. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. കുട്ടപ്പനെ ഒറ്റയ്ക്ക് അന്വേഷിക്കാനായിട്ട് ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. ദയവ് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. അതിന് കാക്കാഷി ഷിനോബികളുടെ വിധി അതിതാണ്. ചില സമയങ്ങളിൽ അവരവരെ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ആ പ്രീസ്റ്റിന്റെ 2 ശിങ്കിടികൾ അവിടേക്ക് വരും. കാക്കാഷി ടെൻടനെയും നെജിയും കൂട്ടി അവിടുന്ന് കടന്നു പോകുമ്പോ ആ ഒരു ഉണ്ടപ്പം പറയും, നീ അവരെ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യണം. അവർ ഗ്രാമം വിട്ടു പോയാൽ മാത്രമേ നീ തിരിച്ചു വരാൻ പാടുള്ളൂ. മുടിയൻ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ പോകുമ്പോ ആ ഒരു ഉണ്ടപ്പനാവട്ടെ അവൻ തിരിച്ച് ഇപ്പൊ മോസോയുടെ അടുത്തേക്ക് വരും. ഉണ്ടപ്പനാവട്ടെ ഇപ്പൊ പ്രീസ്റ്റിന്റെ അടുത്തെത്തി മുഖത്ത് മാസ്ക് വെച്ച ആരോ ഒരാള് ഇപ്പൊ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. അയാള് നെജിയെയും ടെൻടനെയും കൂട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയോ എന്നറിയാൻ ഞാൻ മുടിയനെ അവരുടെ പിന്നാലെ അയച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഈ ഗ്രാമത്തിലെ ബ്രഹ്മാണ്ഡ വില്ലൻ മറ്റാരുമല്ല, ഈ മോസോ പ്രീസ്റ്റ് തന്നെയാണ്. അപ്പൊ പ്രീസ്റ്റ് പറയും, നിന്റെ ഒരു ശ്രദ്ധ ആ സഖിയുടെ മേലെ ഉണ്ടാവണം. നറൂട്ടോ അവന്റെ കയ്യിൽ പെട്ടതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല. കട്ട് ചെയ്താ ഇവിടെ ആ മുടിയനാവട്ടെ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ പോയി അവരെന്താ ചെയ്യണേന്ന് ഇപ്പൊ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാവട്ടെ ഒരു പഴത്തിനു വേണ്ടി ഇപ്പൊ അടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ അവർ ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോ അവൻ എന്തോ സംശയം തോന്നി ഒരു കത്തി എടുത്ത് ഇപ്പൊ വലിച്ചെറിയും. അപ്പൊ അവര് 3 പേരും ഇപ്പൊ കൊരങ്ങന്മാരായിട്ട് ഒരു മരത്തിന്റെ മേലേക്ക് വലിഞ്ഞു കയറും. അപ്പോഴായിരിക്കും ആ മുടിയന് മനസ്സിലാവുക നമ്മുടെ 3 ആൾക്കാരും അവനെ പറ്റിച്ചെന്ന്. സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാര് നൈസായിട്ട് മുങ്ങി. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രീസ്റ്റ് ആവട്ടെ വലിയൊരു സമ്മേളനം തന്നെ അവിടെ വിളിച്ചു വരുത്തി അവരുടെ ഒത്ത നടുക്കായിട്ട് ഇപ്പൊ കോമയെ കെട്ടിയിട്ട് അവിടേക്ക് കൊണ്ടുവരും. പ്രീസ്റ്റ് വലിയൊരു പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങും. നീ ഒരു വലിയ കുറ്റവാളിയാണെന്ന് ഇതിനോടകം വിധി എഴുതപ്പെട്ടിരിക്കുന്നു. മുൻ ഫ്യൂഡൽ നാടായ അരാഷിയെയും അദ്ദേഹത്തിന്റെ മകളെയും നീ നിഷ്കരണം കൊന്നുകളഞ്ഞു. ഒരു ഭൂതത്തിന്റെ വേഷം കെട്ടി നീ നാട്ടുകാരെയും ഈ ഗ്രാമത്തെ മുഴുവൻ തന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല ഇപ്പോഴത്തെ ഫ്യൂഡൽ നാടും നിന്റെ ബ്രദറുമായിട്ടുള്ള സഖിയെ കൊല്ലാനായിട്ടും നീ ആസൂത്രണം ചെയ്തു. ഇത്രയും ചാർജ് ഉള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഗ്രാമത്തില് നിനക്ക് ജീവിക്കാനായിട്ടാവില്ല. ഒന്നുകിൽ കത്തിയെടുത്ത് കുത്തി നീ സ്വയം ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവരെല്ലാവരും നിന്നെ കല്ലെടുത്തെറിഞ്ഞ് ഒരു പട്ടിയെപ്പോലെ കൊന്നുകളയും. പ്രീസ്റ്റ് ഒരു കത്തി എറിഞ്ഞു കൊടുക്കുമ്പോൾ അവനാവട്ടെ ആ ഒരു കത്തി എടുത്ത് ഇപ്പൊ അവനെ തന്നെ കുത്താനായിട്ട് ആഞ്ഞങ്ങോട്ട് വരുമ്പോ പെട്ടെന്ന് അവിടെ മുഴുവനായിട്ടും ഇപ്പൊ പുക അത് വ്യാപിക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതിന്റെ ഇടയിലേക്ക് ആ ഒരു ശപിക്കപ്പെട്ട ആത്മാവ് തന്നെ ഇപ്പൊ കടന്നു വരും. അത് അവിടെയുള്ളവരെ എല്ലാവരെയും ഇപ്പൊ ഇടിച്ചു തെറിപ്പിച്ച് കോമയെ മാത്രം പൊക്കിയെടുത്ത് ഇപ്പൊ അവിടുന്ന് പുറത്തേക്ക് പോകും. അത് കണ്ട പ്രീസ്റ്റ് ആവട്ടെ അവനെ വിടരുത്, പിടിക്കവനെ എന്ന് പറഞ്ഞ് ഇപ്പൊ അലറാൻ തുടങ്ങും. അപ്പൊ പ്രീസ്റ്റിന്റെ അടുത്ത് നിന്ന 3 പടയാളികളാവട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് അവരുടെ പുറകെ തന്നെ പോവും. അത് പ്രീസ്റ്റിന്റെ പടയാളികളല്ല, മറിച്ച് കാക്കാഷിയും ടെൻടണും നെജിയുമാണ്. കാക്കാഷി പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. അതുകൊണ്ട് നിങ്ങൾ 2 പേരും അവരുടെ പുറകെ തന്നെ പോയി എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ നെജിയും ടെൻടണും അവരുടെ പുറകെ തന്നെ പോയി കറക്റ്റായിട്ട് അവരുടെ 2 പേരുടെ മുൻപിലായിട്ട് ഇപ്പൊ വന്ന് നിൽക്കും. നമ്മുടെ ആൾക്കാരെ കണ്ട് കോമ ഷോക്കാവും. കാരണം ഇവര് കാരണമാണ് അന്ന് കോമ പിടിക്കപ്പെട്ട് പിന്നീട് ജയിലിലായത്. നമ്മുടെ ആൾക്കാർ കോമയോട് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് തല താഴ്ത്തി പതിഞ്ഞ സ്വരത്തില് ഇപ്പൊ കോമ പറയും, അന്ന് ഞാനും നിങ്ങളെപ്പോലെ ആ ഒരു ശപിക്കപ്പെട്ട ആത്മാവിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ് അവിടേക്ക് എത്തിയത്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ശപിക്കപ്പെട്ട ആത്മാവ് അത് ഞാനാണെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റം ചുമത്തി എന്നെ കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ കാക്കാഷി കൂടെ അവിടേക്ക് വന്നു പറയും, തിരക്ക് പിടിച്ച് നമ്മളിപ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ 2 പേരും ഇവരെ 2 പേരെയും കൂട്ടി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, അവന്റെ കാര്യത്തില് ഒരു തീരുമാനമാക്കിയിട്ട് ഞാനും വരാന്ന് പറയും. കാക്കാഷി ഉടനെ ആ ഒരു ഫക്കൂൺ പട്ടിക്കുട്ടിയെ അവിടേക്ക് കൊണ്ടുവന്ന് അതിന്റെ സഹായത്താല് സ്മെല്ല് ചെയ്ത് പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ കണ്ടെത്തും. അവൻ പെട്ടെന്ന് തന്നെ ആ പാറയുടെ ഇടയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വന്ന് കാക്കാഷിയുടെ മേലേക്ക് ചാട്ടി അങ്ങോട്ട് വീഴും. പിന്നെ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ മൽപ്പിടുത്തം. കട്ട് ചെയ്ത
ഇവിടെ നമ്മുടെ 2 സ്വത്തുമണികളും അവരെയും കൂട്ടി ഒരു തുരങ്കത്തിലൂടെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും ആ ഒരു ഉണ്ടപ്പനും കാക്കാശിയും ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടപ്പൻ ചോദിക്കും, നിങ്ങൾക്ക് നാണമില്ലേ മിഷൻ കഴിഞ്ഞിട്ടും വീണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിൽ കിടന്ന് കറങ്ങാൻ? വെറും പുഴുത്ത പട്ടിയെ പോലെ സ്മെല്ല് ചെയ്ത് നടക്കാതെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോന്ന് പറയുമ്പോ ഹക്കൂൺ പട്ടിക്കുട്ടിക്ക് കലി കയറി ഇപ്പൊ ചാടി അവന്റെ ദേഹത്തേക്ക് വീഴും. പക്ഷെ ആ ഒരു വില്ലൻ ഉണ്ടപ്പൻ അവനൊരു ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാറക്കല്ലായി മാറും. ഫക്കൂൺ പട്ടി അവനെ കടിക്കും. പക്ഷെ എന്താ, ആ പാറയിൽ പല്ലുകൊണ്ട് അവന്റെ പല്ലെല്ലാം പൊഴിഞ്ഞ് ഇപ്പൊ താഴെ വീഴും. ആ ഉണ്ടപ്പൻ ഇപ്പൊ വീണ്ടും വലിയൊരു പാറയായിട്ട് കറങ്ങി കറങ്ങി കാക്കാഷിക്ക് നേരെ വരും. അത് കാക്കാഷിയെ ഇടിച്ചു തെറിപ്പിക്കുന്ന കാണുമ്പോ പട്ടിക്കുട്ടി ആവട്ടെ അത് ജീവനും കൊണ്ട് ഓടും. പക്ഷെ നമ്മുടെ കാക്കാഷിയെ ആള് നിസ്സാരക്കാരനല്ല. അവൻ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യും. മാത്രമല്ല അതിന്റെ ഇടയിൽ ആ ഒരു പാറയുടെ ദേഹത്ത് ഒരു ബോംബും കൂടി നൈസായിട്ട് ഒട്ടിച്ചു വിടും. അത് നിമിഷ നേരം കൊണ്ട് അവിടെ പൊട്ടി അങ്ങോട്ട് തെറിക്കുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ ഇപ്പൊ ആ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ പതിയെ പതിയെ ആ ഒരു ആത്മാവട്ടെ അവന്റെ മാസ്ക് മാറ്റും. അതിന്റെ റിയൽ ഫേസ് കണ്ട് ഇപ്പൊ കോമയും ടെൻറ്റനും ഷോക്കായിട്ട് അതിനെ നോക്കി നിൽക്കും. പക്ഷെ നെജി ആവട്ടെ അതിനെ നോക്കി ചിരിക്കും. കാരണം അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കുട്ടപ്പനാണ്. ടെൻറ്റൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. എന്നിട്ടൊരു ഒറ്റ അടി വെച്ച് കൊടുക്കും കുട്ടപ്പന്റെ മോന്തയ്ക്ക്. പക്ഷെ നെജിക്കാവട്ടെ അവന് നേരത്തെ തന്നെ അതിൻ്റെ അകത്ത് കുട്ടപ്പനാണെന്ന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അപ്പൊ നെജി പറയും, നമ്മൾ 3 പേരും ഗ്രാമത്തിന്റെ പുറത്തേക്ക് വന്നപ്പോ നമ്മളെ ഫോളോ ചെയ്ത് ഒരു നീല മുടിക്കാരൻ നമ്മുടെ പുറകെ തന്നെ വന്നിരുന്നു. അവനെ അങ്ങനെ തന്നെ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് കാക്കാഷി ആവട്ടെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. ഇപ്പൊ വീണ്ടും കാക്കാഷി ആവട്ടെ ആ ഒരു ഉണ്ടപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനിവിടെ എത്തുന്നു പറയുമ്പോൾ ടെൻറ്റൻ ആവട്ടെ ഒരുപാട് ദേഷ്യം വരും. കാരണം അവൾക്ക് മാത്രമേ ഈ മാസ്റ്റർ പ്ലാൻ എല്ലാം തന്നെ അറിയില്ലാത്തതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കോമ അവൻ വളരെ ക്ഷീണിതനായിട്ട് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, സഖി ഉപയോഗിച്ച ഈ ഒരു മാസ്കിന്റെ ഉള്ളില് ഇപ്പൊ നീയാണ്. അപ്പൊ സഖി അവൻ എവിടെ, അവൻ സേഫ് ആണോ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ 100% സേഫാണ്. കോമയ്ക്ക് ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് അവനിപ്പോ പതിയെ തളർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു വില്ലൻ അവന്റെ ചെതറിപ്പോയ ആ പാറ കഷ്ണങ്ങള് ഇപ്പൊ പതിയെ പതിയെ ഒന്നായി മാറും. എന്നിട്ട് വീണ്ടും അവൻ ഒരു മണ്ണായി മാറി അതുപയോഗിച്ച് ഇപ്പൊ കാക്കാഷി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കാക്കാഷി ഉടനെ അവന്റെ ശരീരൻ കണ്ണെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവനാവട്ടെ ഗാറയെ പോലെ ആ ഒരു മണ്ണ് മുഴുവനായിട്ടും കാക്കാഷിക്ക് ചുറ്റുമായിട്ട് ഇപ്പൊ ലോക്ക് ചെയ്ത് പിടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനും ടീമും അവര് നടന്ന് സഖിയുടെ തൊട്ടടുത്തെത്തും. കുട്ടപ്പൻ ചോദിക്കും, ആ കണ്ണാടിപ്പയ്യൻ ചിഷിമ അവനിപ്പോ എങ്ങനെയുണ്ട്? അതിന് സഖി പറയും, കുഴപ്പമില്ല, അവൻ ആവശ്യമുള്ള എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവൻ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ആരെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. കോമ, നീ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു. അപ്പൊ സഖി ഫ്ലാഷ് ബാക്കില് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കും. താൻ ആരാണെന്ന് മനസ്സിലാക്കിയ കുട്ടപ്പനെ കൊല്ലാനായിട്ട് ഇപ്പൊ സഖി ചാടി വീഴുമ്പോ ആ സമയത്ത് ഒരുപാട് മുറിവുകളോടെ നമ്മുടെ കണ്ണാടി പയ്യൻ അവൻ അവിടേക്ക് കടന്നു വരും. ഈ പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ പിന്നില് മറ്റാരുമല്ല, ആ ഒരു മോസോ പ്രീസ്റ്റ് ആണ്. മാത്രമല്ല നിന്റെ പപ്പയെയും സഹോദരിയെയും എല്ലാം കൊന്നത് അവന്റെ ആളുകളാണ്. അവൻ എല്ലാവരെയും കൊന്ന് ആ കുറ്റം അത് കോമയുടെ തലയിൽ ചുമത്തി. അവന്റെ ഗാർഡ്സിനെ ഉപയോഗിച്ച് അവൻ എന്നെ അറ്റാക്ക് ചെയ്തു, ഇതാ നിഞ്ച ബ്ലേഡ് എന്ന് പറഞ്ഞ് ആ ബ്ലേഡും അവൻ കാണിച്ചു കൊടുക്കും. ഓൾറെഡി കണ്ണാടി പയ്യന് ഒരുപാട് പരുക്ക് പറ്റിയതുകൊണ്ട് സഖി ആവട്ടെ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അതേ സമയത്ത് ആ ഒരു പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്ന് കോമയെ രക്ഷിക്കാനായിട്ട് ആത്മാവിന്റെ വേഷത്തില് കുട്ടപ്പനാണ് അവിടെ വന്ന് കോമയെ തട്ടിയെടുത്ത് കൊണ്ടുപോയത്. സഖി ഇത്രയും കാലവും ആ ഒരു ഗെറ്റപ്പില് ഗ്രാമത്തിൽ അലഞ്ഞു നടന്നത് അവന്റെ പപ്പയുടെയും സഹോദരിയുടെയും ഘാതകനെ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ കോമ പറയും, അപ്പൊ ബാത്റൂമില് അന്ന് ഞാൻ കണ്ട രൂപം അത് നിന്റേതല്ലേ? അതിനെ ഫോളോ ചെയ്താണ് ഞാനന്ന് ടെമ്പിളിന്റെ തൊട്ട് മുൻപിലെത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ ഒരു ഗോസ്റ്റിന്റെ പിന്നില് ആ ഒരു പ്രീസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ കുട്ടപ്പന് ടെൻഷനായിട്ട് തീർച്ചയായിട്ടും ആ ഉണ്ടത്തവളെ ഞാൻ തന്നെ ചവിട്ടി കൊല്ലുമെന്ന് പറയും. അതിന് സഖി പറയും, ഇനി കളത്തിലിറങ്ങേണ്ടത് നിങ്ങൾ ആരുമല്ല, ഞാൻ തന്നെയാണ്. എന്റെ വാച്ച് നിന്നു പോയതുപോലെ അവന്റെ ഹൃദയമിടിപ്പ് അത് ഞാൻ നിർത്തിക്കളയെന്ന് പറഞ്ഞ് അവൻ ടെററായിട്ട് നോക്കുന്നതോടു കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.